എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ. തിരു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വീണ്ടും മോഷണം. ഓഫീസ് റൂമിന്റെയും സ്റ്റാഫ് റൂമിന്റെയും പൂട്ട് തകർത്തു. സ്കൂൾ അധികൃതർ തിരു പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇത് രണ്ടാം തവണയാണ് സ്കൂളിൽ മോഷണം നടക്കുന്നത്. സ്റ്റാമ്പ് ശേഖരത്തിന്റെ പണമാണ് നഷ്ടപ്പെട്ടത്. തിരു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വീണ്ടും മോഷണം നടന്നത്. സ്കൂൾ ഓഫീസ് റൂമിന്റെയും ലേഡി സ്റ്റാഫ് റൂമിന്റെയും പൂട്ട് തകർത്ത് അകത്ത് കിടന്ന മോഷ്ടാവ് കുട്ടികളുടെ സ്റ്റാമ്പ് ശേഖരത്തിലെ പണമാണ് മോഷ്ടിച്ചത്. മേശകളെല്ലാം തുറന്നെങ്കിലും വേറെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത്. ഇതിനു മുമ്പും സ്കൂളിൽ മോഷണം നടന്നിട്ടുണ്ട്. സ്കൂളിൽ രണ്ടാമത്തെ തവണയാണ് ഇത്തരത്തിലുള്ള ഒരു കവർച്ചാശ്രമം നടക്കുന്നത്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഓഫീസിനകത്ത് പൂട്ടുപൊളിച്ച് അപ്പുറത്തെ സ്റ്റാഫ് റൂം, അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾ, ലേഡീസ് സ്റ്റാഫ് ഇരിക്കുന്ന റൂം അടക്കം കുത്തി തുറന്നിട്ട് ഒരു കവർച്ചാശ്രമം നടന്നിരിക്കുകയാണ് തിരൂർ ബോയ്സ് സ്കൂളിനകത്ത്. വീട്ടിയത് വളരെ ഗൗരവമായ രീതിയിലാണ് കാണുന്നത്. വേറൊന്നുകൊണ്ടല്ല, നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഈ സ്കൂളിനകത്ത് ഒട്ടനവധി രേഖകൾ, പല കുട്ടികളുടെ അതുപോലെ തന്നെ രജിസ്റ്ററുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി രേഖകളുള്ള ഈ സ്കൂളിനകത്ത് ഏതോ സാമൂഹ്യ വിരുദ്ധർ ഒരു ചെറിയ ഒരു ലാഘവത്തോടെ ഞങ്ങൾ കുട്ടിയെ കാണുന്നില്ല. ഇവിടുന്ന് ചില്ലറ പൈസ കുട്ടികളുടെ ഈ സ്റ്റാമ്പ് കളക്ഷനൊക്കെ ആയിട്ട് കുറച്ച് ഒരു 500 രൂപയ്ക്ക് അടുത്തേ ഇന്ന് പോയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക, ഇവിടുത്തെ രേഖകൾ മറ്റോ എന്തെങ്കിലും പരിശോധിച്ച് കൊണ്ടുപോകാനോ അങ്ങനെ എന്താണോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവത്തോടു കൂടിയിട്ട് മുഴുവൻ ആളുകളും, ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ സഹകരിച്ചുകൊണ്ട് അസമയത്ത് ആരെങ്കിലും കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ അറിയപ്പെടാത്ത ആളുകൾ കാണുകയാണെങ്കിലോ ഒക്കെ സ്കൂളിൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കുന്നതിന് രൂപത്തിൽ അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുന്ന രൂപത്തിൽ ഒരു ഇടപെടൽ മുഴുവൻ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വേണമെന്ന് ഞങ്ങൾ നാട്ടുകാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്കൂളിലെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്.